ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പിണറായി വിജയനും ചേർന്ന് തെരഞ്ഞെടുപ്പുകളിൽ അജണ്ടകളും ആശയങ്ങളും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടി ഷാക്കിർ. ഇപ്പോൾ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തുന്ന വിമർശനം ആത്മാർത്ഥതയില്ലാത്തതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് CPMുമായുള്ളത് 3 പതിറ്റാണ്ടിന്റെ ബന്ധം. ദേശീയ തലത്തിൽ തങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ CPMന് ധൈര്യമുണ്ടോ എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വെല്ലുവിളി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തക പ്രകാശന ചടങ്ങിലെ പിണറായി വിജയന്റെയും പി ജയരാജന്റെയും പ്രസംഗങ്ങളാണ് CPM ജമാഅത്തെ ഇസ്ലാമി ബന്ധം വീണ്ടും ചർച്ചയാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ നിലപാടിനെയും മതരാഷ്ട്രവാദത്തെയും രൂക്ഷഭാഷയിലാണ് പി ജയരാജൻ വിമർശിക്കുന്നത്. ആഗോള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മുഖ്യമന്ത്രിയും വിമർശിച്ചിരുന്നു. പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും രംഗത്തെത്തി. എന്നാൽ ഈ വിമർശനങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതും വ്യാജവുമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് തങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ CPMന് ധൈര്യമുണ്ടോ എന്നും ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടി ഷാക്കിർ ചോദിക്കുന്നു. 1996 മുതൽ 2019 വരെ 3 പതിറ്റാണ്ടിന്റെ ബന്ധം CPMുമായുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പിണറായി വിജയനും ചേർന്ന് അജണ്ടകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഷാക്കിർ പറഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ CPIMന് ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞുപോയ പൊതുതെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിതമായി തത്വാധിഷ്ഠിതമായി പല സമയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വവും CPMന്റെ ഉന്നതമായ നേതൃത്വവും ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതൃത്വവും പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃത്വവും തമ്മിൽ ചർച്ചകൾ നടന്നു, സംഭാഷണങ്ങൾ നടന്നു, സംസാരങ്ങൾ നടന്നു. ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വെച്ചുകൊണ്ടും പൊതുതെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വെച്ചുകൊണ്ടും ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഉത്തമമായ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അജണ്ടകളും ആശയങ്ങളും രൂപീകരിക്കുകയുണ്ടായി. 2019 മുതലാണോ CPMന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന ബോധ്യം വന്നതെന്നും കേരളത്തിലെ നേതാക്കൾ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രചാരണങ്ങൾക്ക് ദേശീയ നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്നും ചോദ്യമുണ്ട്. ജനം, കോഴിക്കോട്.